പ്രൈസ് ദി ലോർഡ്. ഹെൽപ് മീ ലോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറേ പേരെൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. ആക്ച്വലി ഞാൻ ഇതുവരെ ആട് കറി വെച്ചിട്ടില്ല, അതായത് മട്ടൻ കറി വെച്ചിട്ടില്ല. ജോസാൻ അറിയാം, അപ്പോൾ ജോസാൻ പറഞ്ഞു തന്ന റെസിപ്പിയായത്. അതിനനുസരിച്ചാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. മട്ടൻ കറി വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിനുവേണ്ടി 1/2 കിലോ ആട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആടിന്റെ ആ ഉളുമ്പ് സ്മെല്ല് പോകാനായിട്ട് നമ്മൾ സാധാ മീൻ ക്ലീൻ ചെയ്യുന്ന അതേ സെയിം മെത്തേഡാണ്. കുടംപുളിയില്ലേ, അത് ഇച്ചിരി വെള്ളത്തിൽ ഇട്ട് വെച്ച് ആ വെള്ളത്തിൽ 1-2 പ്രാവശ്യം ഇത് നന്നായിട്ട് കഴുകി വാരിയ ശേഷം വീണ്ടും നല്ല വെള്ളത്തിൽ ആ വെള്ളം വെളുക്കുന്നത് വരെ നന്നായിട്ട് കഴുകി വാരി വെച്ചിരിക്കുന്ന മട്ടനായത് 1/2 കിലോ. പിന്നെ എടുത്തിരിക്കുന്നത് വലിയ 2 സവോള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്, 10 അല്ലി വെളുത്തുള്ളി, ഈ 1 കഷണം ഇഞ്ചി, കുഞ്ഞൊരു കഷണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ 2 തക്കാളി, വലുതാണെങ്കിൽ 1 മതി. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഈ അരിഞ്ഞു വെച്ചതല്ല, ഇത് രണ്ടും നമുക്കൊന്ന് ചതച്ചോ പേസ്റ്റ് ആക്കിയോ എടുക്കണം. ഇത് കഴിവതും വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കണേ, അതാണ് ടേസ്റ്റ്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇച്ചിരി കൂടുതൽ വേണേ. ഒത്തിരി വേണോ? മതിയോ? അയ്യോ എന്റെ പൊന്നി, 1/2 കിലോക്ക് ഇത്രയോ? എണ്ണ ചൂടായ ശേഷം ഇതിലേക്ക് ചെറിയ 3 പട്ട, നമുക്ക് 1/2 കിലോ അല്ലേ ഉള്ളൂ, 3 ഗ്രാമ്പു, 2 ഏലക്ക ചതച്ചത്, പെരും ജീരകം, അതായത് വലിയ ജീരകം, ഇറച്ചിക്കൂട്ടിലൊക്കെ ഗരം മസാലയിലൊക്കെ ഇടുന്ന ജീരകം, അത് ഒരു ടീസ്പൂൺ കാണുമേ. അപ്പൊ ഇതൊന്ന് മൂക്കട്ടെ. അതൊന്ന് മൂത്ത ശേഷം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. കൂട്ടത്തിലെ പച്ചമുളക് കൂടി ഇടാം. ഉള്ളി വയളാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ സവാള നന്നായിട്ട് വയളണേ. അപ്പൊ ഇതൊന്ന് വയളട്ടെ. ഇപ്പൊ ഉള്ളി ഒരു അരഭാഗമായി. ഇനി നമുക്ക് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അത് നല്ലല്ലോ വേണമെങ്കിൽ നന്നായിട്ട് നിങ്ങൾക്ക് അരച്ചെടുക്കാമേ. ഞാൻ നന്നായിട്ട് അങ്ങ് അരച്ചിട്ടില്ല, ചതച്ചതേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ സവാള ഒരു 3/4 ഭാഗത്തോളം വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആ തക്കാളി ഇട്ട് കൊടുക്കാം. ഉള്ളി വഴണ്ടു. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ആ സെയിം സ്പൂണിന് 1 സ്പൂൺ മുളക് പൊടി. കാശ്മീരി മുളക് പൊടിയാണ്, എരി അധികം ഇല്ല. നമുക്ക് കുരുമുളകും ചേർക്കണം, അപ്പൊ അതനുസരിച്ച് മുളക് പൊടി ചേർക്കാവൂ. പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ അതും മറക്കല്ലേ. ഇതുപോലെ 1 സ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, നമ്മുടെ വീട്ടിൽ വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാല. ഈ സെയിം മസാലയാണ് ഞാൻ ചിക്കനും ബീഫിനും എല്ലാം ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് അതിന്റെ പച്ചമണം മാറണേ. ആ പച്ചമണം മാറുമ്പോൾ മസാലയുടെ ഒക്കെ ഒരു മണം വരുമേ. ഇനി നമുക്കിതിലേക്ക് ആ കഴുകി വാരി വെച്ചിരിക്കുന്ന മട്ടൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നമ്മൾ ഇതിൽ അധികം വെള്ളം ഒഴിക്കത്തില്ല, ഇച്ചിരി ഒന്ന് തളിച്ചു കൊടുക്കത്തതേ ഉള്ളൂ. കുക്കറിലാണെങ്കിലും നിങ്ങൾക്ക് ഈ സെയിം പ്രോസസ്സിങ് ചെയ്താൽ മതി. അതുപോലെ വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോ കുക്കറിൽ എത്ര വിസിൽ വേണം എന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് അത് നമ്മുടെ കുക്കറിൽ ഡിപ്പെൻഡ് ആണ്. എന്റെ കുക്കറാണെങ്കിൽ, എന്റെ പഴയ കുക്കറാണെങ്കിൽ അതിലൊരു 3 വിസിൽ മതിയാകും. വെളിച്ചെണ്ണയുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ടേ. ഈ മസാലയൊക്കെ ഇടുമ്പോൾ തീ ഏറ്റവും കുറച്ചിട്ട് വേണം ഇടാൻ. ഞാൻ അതെന്റെ എല്ലാ പാചകത്തിലും പറയുന്നതാ, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാഞ്ഞേ. അപ്പൊ അറിയാൻ വയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചോണേ. ഇനി നമുക്കിതിലേക്ക് ലേശം വെള്ളം ഇങ്ങനെ കൈ കൊണ്ടൊന്ന് തളിച്ചു കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസ് അത്രയും കണക്കാക്കിയാൽ മതി. ഞാൻ ഇപ്പോൾ സവാളയ്ക്ക് ഉപ്പ് ചേർത്തതേ ചേർത്തിട്ടുള്ളൂ. നമുക്ക് ബാക്കി പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെറു തീയില് ഇത് അടച്ചു വെച്ച് വേവിക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കണം, അടുക്കി പിടിക്കുന്നു. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണേ. ഇത് നമ്മൾ ആദ്യം ആ പറഞ്ഞ വെള്ളം ഒഴിച്ചിട്ട് ഒരു മീഡിയം തീയില് 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇനി ആ മീഡിയം തീ വേണ്ട, ഇച്ചിരി ഒന്ന് കുറച്ചിടാം.
ഇനി ചെറു തീയിൽ കിടന്നിത് വേവണം. നമുക്കൊന്നുകൂടെ തുറന്നു നോക്കാം. കണ്ട, ഇതിന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയത്. ഇപ്പൊ ഇതിന്റെ ഗ്രേവി ഒന്ന് തൊട്ട് നോക്കി ഉപ്പ് പരുവ് അല്ലെങ്കിൽ ഇട്ട് കൊടുക്കണേ. കാരണം നമ്മൾ ആ സവാളയില് ഇട്ടതേ ഉള്ളൂ. ഇനി വീണ്ടും അടച്ചു വെക്കാം. തീ കുറച്ചായിട്ടേക്കുന്നതേ. നമ്മുടെ കറിക്കകത്ത എണ്ണ നന്നായിട്ട് തെളിഞ്ഞത് കണ്ടോ? നിങ്ങൾക്ക് ഗ്രേവി ഇത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ ആ 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കണമെന്നുമില്ല കേട്ടോ. നമുക്ക് ഇച്ചിരി നേരം കൂടെ അടച്ചു വെക്കാമേ. കറി നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇപ്പൊ കണ്ടോ എന്റെ കളറും എണ്ണ തെളിഞ്ഞു വന്നതും നല്ല മണം വരുന്നുണ്ടേ. ഇപ്പം ഇത് നല്ല ചുമന്ന കളറാ. ക്യാമറക്കകത്തൂടെ അത്ര കളർ കാണുന്നില്ല കേട്ടോ. നമുക്ക് ഇച്ചിരി ഉപ്പ് നോക്കാമേ. അത്യാവശ്യം നല്ല രീതിയിൽ എരി കൂട്ടുന്നവരാണെങ്കിൽ ഇത് ഓക്കെയാണ്. കാരണം നമ്മൾ പെട്ടെന്ന് അതിന്റെ എരി ഒക്കെ നോക്കുമ്പോൾ ഇച്ചിരി എരി കൂടുതലുള്ളതുപോലെ തോന്നും. പേടിക്കേണ്ട, അതിനകത്ത് പിടിച്ചോളും. അതല്ല നിങ്ങൾ എരി അധികം കൂട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെയോ കുരുമുളകിന്റെയോ അളവ് നിങ്ങൾക്ക് ഏതാണ് അളവ് കുറയ്ക്കേണ്ടതെന്ന് വെച്ചാൽ 1/2 ടീസ്പൂൺ കുറയ്ക്കാം. ഇനിയിപ്പോ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളക് ഇടാം. അതല്ല കുരുമുളക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ മറ്റേ പൊടിയുടെ അളവ് കൂട്ടാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് ചെയ്യാമേ. ലാസ്റ്റില് കുറച്ച് കറിവേപ്പില ഇങ്ങനെ ഇടാം. എന്നിട്ട് നമ്മൾ ആ കൊത്തി എരിഞ്ഞു വെച്ച ഇഞ്ചി ഇല്ലേ, അതും ഇങ്ങനെ വിതറിയിടാം. ഇളക്കണ്ട കേട്ടോ, ഇങ്ങനെ തന്നെ മുകളിൽ കിടക്കട്ടെ. ഇനി എന്താ വേണം? ഉണ്ട് ആവശ്യത്തിന് ഗരം മസാല. വേണ്ട വേണ്ട, നല്ല ടേസ്റ്റ് ഉണ്ട് ഗരം മസാല. അപ്പൊ ഇനി നമുക്ക് അടച്ചു വെക്കാം. തീ ഓഫ് ചെയ്തു. നിങ്ങൾക്ക് കടു താളിക്കേണ്ടവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കടു താളിക്കാം. കൊച്ചുള്ളിയും വെളിച്ചെണ്ണയ്ക്കകത്ത് കടു പൊട്ടിച്ച ശേഷം വറ്റൽമുളക് ഉണ്ടെങ്കിൽ 1-2 വറ്റൽമുളക് ഇടാം, കൊച്ചുള്ളി ഇടാം, എന്നിട്ട് കടു താളിച്ചിടാം. ഞാനിപ്പോ കടു താളിക്കുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നന്നായിട്ട് എണ്ണ ഒഴിച്ച് കണ്ടോ എണ്ണ തെളിഞ്ഞു കിടക്കുന്നേ. അപ്പൊ അതുകൊണ്ട് ഞാൻ കടുക് താളിക്കുന്നില്ല. വേണമെന്നുള്ളവർക്ക് ചെയ്തോണേ. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. നാടൻ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു. ഓരോന്ന് സമയത്ത് എനിക്ക് പറഞ്ഞു തരണം ഇവിടെ നിൽക്കണേന്ന്. ചൂടെടുക്കുന്ന ഇപ്പൊ ഞാൻ ആ ജനൽ തുറക്കാൻ പറ്റില്ല. പുറത്തുനിന്ന് ഭയങ്കര സൗണ്ട് വരും. എന്നെ ഇവിടെ തെറ്റിക്കല്ലേ കേട്ടോ. ആ എന്താ അബദ്ധം കാണിക്കുന്ന ഇവിടെ വരുന്നു. എന്റെ കയ്യിലെല്ലാം എണ്ണ തെറിപ്പിക്കും. നനവോടെടുത്തങ്ങ് ഇട്ടു. ഞാനന്ന് നനവുണ്ടെങ്കിൽ അത് തോത്തിയ ശേഷമാണ് ഇടുന്നത്. മൊബൈൽ തെറിച്ച് പ്രത്യേകിച്ച് എണ്ണക്കകത്ത് ഇടുമ്പോ സൂക്ഷിക്കണം. അങ്ങനെ ഇടല്ലേ അരി. ഇനി എന്ത് ഇടണ്ടേ? ഉള്ളി ഇടട്ടെ? ദിവസം ഇതിന്റെ കൂടെ എന്താ വേണം? ചോറ് വേണോ ചപ്പാത്തി ഉണ്ടാക്കണോ? അയ്യേ, ബ്രെഡോ? ചപ്പാത്തി ഉണ്ടാക്കാൻ ചോദിച്ചാ ദോശ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ ഒരു 5 മിനിറ്റ് മതി. വിടുവാ, ഇത്രയും വേണ്ട പോരെ? ഇനി പൊടികളൊക്കെ ഇടട്ടോ. എനിക്കിവിടെ പിന്നെ ഇനി എന്തെങ്കിലും തെറ്റ് പറ്റിയ തന്നെ വായി വരുന്നൊക്കെ പറയണം. നല്ല മണം. എന്തോ മണമായിരിക്കും? എന്താ മണം വരും എന്ന് പറ. എന്താ മണമെന്ന് പറ. ഇപ്പൊ മസാലയുടെ മണമുണ്ട്. മണം വരുമോ? ആയിക്കോട്ടെ. ബ്രെഡ് കൂട്ടി കഴിക്കണ്ട, ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിക്കോളാം.
ഞാൻ ഇന്നലെ പറഞ്ഞ ബ്രെഡ് ആവശ്യമില്ലാതെ മേടിക്കണ്ടെന്ന്. ചുമ്മാതെ ചീസ് ഇല്ലല്ലോണ്ടാ ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കിയേനെ. ദിവസം പറഞ്ഞിട്ടില്ല. എന്തെല്ലാം രുചിയാത്ത ദിവസ വെളിച്ചെണ്ണയുടെയാ. എരി ഇന്ന് ജോസാൻ ഇവിടെ ചാടി കിടന്ന്. അത് മോൻ സ്വന്തമായിട്ട് എനിക്ക് അളവ് പറഞ്ഞു തന്നുണ്ട്. അല്ലെന്നുണ്ടെ ഇപ്പൊ കാണാറുണ്ട്. ഇല്ല, അരപ്പ് ഇപ്പൊ കേറി പിടിക്കും. ഉറയും. നീ കണ്ടോ? മാറ്റി വൈ. എവിടെ പോവാ? ഞാൻ എന്റെ തുണി മേടിച്ചോണ്ടിട്ട്